കണ്ണൂർ കാക്കയങ്ങാട് കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്ക് വെടിവെക്കാൻ തീരുമാനം. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. കലക്ടറുടെ ഉത്തരവ് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പുലി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ മുഴക്കുന്ന പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ പോലീസും വനംവകുപ്പും ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിലും പുലി ശല്യം, വനംവകുപ്പ്, പോലീസ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? അനിൽ നമ്പ്യാർ, ഇന്ന് ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നാട്ടുകാർ അറിയുന്നത്. കാരണം നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലാണ് ഈ പുലി കെണിയിൽ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. പന്നിക്കെണിയിലാണ് കുടുങ്ങിയെന്നൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഉള്ളത്. മാത്രമല്ല, ഈ പുലി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഈ മുഴക്കുന്ന് പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജനങ്ങൾക്ക് ശക്തമായൊരു മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിൽ ഈ പുലിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ അവിടെ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്, ആ ഭാഗത്തേക്ക് പോകരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ആൾ രാധാകൃഷ്ണൻ തന്നെ നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് സംഭവം അറിഞ്ഞത്? ഞാൻ ഒരു 6:30 മണിക്കാണ് അറിഞ്ഞത്. എൻ്റെ അളിയമ്മൂപ്പർ വന്നിട്ടാണ് അറിഞ്ഞത്. ഇത് എൻ്റെ വീടാണ്, അളിയമ്മൂപ്പർ തൊട്ടെടുക്കുന്ന വീടാണ്. അപ്പോൾ അവർ പറഞ്ഞ ശേഷം ഞാൻ ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ പുറശാറും പോലീസുകാർ എത്തിയിട്ടുണ്ടായി. പിന്നെ നമ്മളങ്ങോട്ട് കാണാൻ പറ്റില്ല, ആരും പറ്റില്ല, അങ്ങനെ ഇല്ലത്. അവരെങ്ങനെ, നിങ്ങളെങ്ങനെ സംഭവം? അളിയമ്മൂപ്പർ ടാപ്പിങ്ങിന് പോയതാണ്. ടാപ്പിന് പോയി പിന്നെ പച്ചക്കറിക്ക് വെള്ളം നനക്കാൻ കഴിഞ്ഞിട്ട് പച്ചക്കറിക്ക് വെള്ളം നനക്കാൻ പോയിട്ടാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ വെച്ചത് അങ്ങനെയാണ് വന്നത്. സാധാരണ പുലിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും? ഇല്ലില്ല, ഇവിടെ നാട്ടിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. പന്നീന് ശല്യമെല്ലാം ഉണ്ടായിരുന്നു, പുലിന് ശല്യമൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം എടുക്കുന്നത്. ഇത് നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറാണിത്. ചേട്ടാ നമ്മളെ സംഭവം? ഞാൻ 7 മണിക്ക് പറഞ്ഞു. എന്ത് ഇപ്പോൾ വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന്? ഇല്ല, ഞാൻ വന്നപ്പോഴാണ് ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു. പിന്നെ അപ്പോഴേക്കും ഫോറസ്റ്റ് ആളുകൾ വന്നു, പോലീസ് വന്നു. പിന്നെ അപ്പോൾ നാട്ടുകാരുണ്ടായിരുന്നു, കുറേ ആളുകളുണ്ടായിരുന്നു. അവർ നാട്ടുകാർ ശരിക്കും പുലിയെ കാണാൻ വേണ്ടി കോണി വെച്ച് അവർ പുലിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ആ ഒരു രീതിയിൽ തന്നെ അവർ പുലിയെ ശരിക്കും പുലിയാന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഫോറസ്റ്റുകാർ എത്തിയത്. അത് വീണ്ടും ഫോറസ്റ്റുകാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവർ വന്നിട്ടുണ്ട്. പിന്നെ പുലി ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പുലിയാണ് എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം ആളുകൾ കാണുകയും ടാപ്പിംഗ് തൊഴിലാളികൾ പല പ്രാവശ്യം പുലിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ പുലിയെ ഫോറസ്റ്റുകാർ പറഞ്ഞാൽ പുലിയായിരിക്കില്ല, മറ്റെന്തെങ്കിലും ജീവിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഇപ്പോൾ പുലി ശരിക്കും പുലിയെ കണ്ടത്. അനിൽ നമ്പ്യാർ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പുലിയെ പിടിക്കാൻ വലിയ കൂട് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയ കൂടാണ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ പുലിക്ക് അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട് എന്നാണ് ഈ വനംവകുപ്പ് അധികൃതരുടെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിപ്പമുള്ളൊരു കൂട് പുറത്തുനിന്ന് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടാനാണ് നിലവിൽ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് നിന്നുള്ള സംഘം ഇവിടെ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. അനിൽ നമ്പ്യാർ. മിഥുൻ, ഇരിട്ടി കാക്കയങ്ങാട് മേഖലയിൽ നേരത്തെ തന്നെ പുലി ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്ന് തോന്നുന്നു. തീർച്ചയായും പല സ്ഥലത്തും ഈ പുലി ശല്യമുണ്ട്, പുലി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു എന്നൊക്കെ പരാതികൾ മുന്നേയും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം പരസ്യമായ ആളുകൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇത് ആദ്യമായിട്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇതൊരു മലയോര മേഖല കൂടിയാണ്. ഇവിടെ ഈ വന്യമൃഗ ശല്യത്തെ തുടർന്ന് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. കൃഷിയടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, കാട്ടുപന്നി ശല്യമൊക്കെ വളരെ രൂക്ഷമായൊരു സ്ഥലം കൂടിയാണ്. മാത്രമല്ല, അതിൻ്റെ തൊട്ട് ഇവിടുന്ന് ആറളം ഫാമിലേക്ക് അധികം ദൂരമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വന്യമൃഗശല്യം ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനിടയിലേക്കാണ് ഇപ്പോൾ പുലി കൂടി കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ പുലിയെ പിടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള വയനാട് നിന്നുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. അവരേതാണ്ട് അല്പസമയത്തിനകം തന്നെ എവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുലി ഇരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. എന്നാൽ പോലും ആളുകൾ അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാൻ ഇവിടെ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. കാരണം പുലി നല്ല ആരോഗ്യവാനാണ്. ഈ കെട്ടിൻ്റെ ഈ കുടുങ്ങിയ കുരുക്ക് എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് അറിയില്ല. ഈ ആളുകളുടെ ഒരു ബഹളമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ കുടുക്കൊക്കെ പൊട്ടിച്ച് പുലി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു ആപത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ഒരു കടന്നുവരവ് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ആ നടപടികൾ പുരോഗമിക്കുന്നത്. അനിൽ നമ്പ്യാർ. നന്ദി മിഥുൻ. കേരളത്തിൽ കാട്ടാന ശല്യം
പോലീസ് ശല്യം എല്ലാം കൂടി വരികയാണ്. കണ്ണൂർ കാക്കയങ്ങാട് കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെക്കാൻ തീരുമാനം. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കണ്ണൂരിലേക്ക് തിരിച്ചു. ജില്ലാ കലക്ടറുടെ ഉത്തരവ് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പുലി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ മുഴക്കുന്ന് പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസും വനം വകുപ്പും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.